മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണും. കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ഫാക്കൽറ്റികൾ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നു. ഇതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രശ്നം. അതുകൊണ്ട് അത് കാവ്യവൽക്കരണം നടത്തിയാലും ചുവപ്പുവൽക്കരണം നടത്തിയാലും രണ്ടും തെറ്റായ നടപടിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി എന്താണ്? എഴുത്തും കൂട്ടി വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് മുഴുവൻ A+ കൊടുക്കുന്നു എന്നാണ് DPI പറയുന്നത്. DPI മറ്റാരുമല്ല. എല്ലാ വിദ്യാർത്ഥികളും അങ്ങനെയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എല്ലാ വിദ്യാർത്ഥികളെയും അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷേ എഴുത്തും വായനയും അറിയാത്ത മുഴുവൻ ആളുകൾക്കും A+ കൊടുത്ത് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുന്നുള്ള ഗവൺമെൻറ്റിൻ്റെ വാദം അസ്ഥാനത്താണെന്ന് DPI പറഞ്ഞിരിക്കുകയാണ്. ശിവൻകുട്ടി മന്ത്രിയാണെങ്കിൽ ഇനിയും 100% A+ കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ആരുടെയും ശുപാർശയോടുകൂടിയല്ല. ഞങ്ങൾക്കിതിനെപ്പറ്റി അറിവില്ല. എങ്ങനെ വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിയിപ്പുമില്ല. അത് പരിശോധിച്ച് BJP ഓഫീസിൽ നിന്ന് കൊടുത്ത പട്ടികയിൽ ഉൾപ്പെട്ട UDF അംഗങ്ങളോട് സെനറ്റ് അംഗങ്ങളോട് രാജിവെക്കാനുള്ള അത് പരിശോധിക്കുക എന്താണെന്നുള്ളത്. ഞങ്ങളാരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങളുമായി ബന്ധമുള്ള കോൺഗ്രസ്സുകാരായ ആരെങ്കിലും ഇതിലുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ ആർക്കും അറിയില്ല. അതിന് ആരുടെയും ശ്രദ്ധയിലും പെട്ടിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കുക. BJP ഓഫീസിൽ നിന്ന് പരിശോധിക്കുന്ന കൊടുക്കുന്ന പട്ടികയിൽ UDF അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ശരിയായ നടപടിയാണ്. അല്ല, ഇപ്പോൾ AK സെൻറ്ററിൽ നിന്ന് കൊടുത്താലും അതാണ് ഞാൻ AK സെൻറ്ററിൽ നിന്ന് കൊടുത്താലും BJP ഓഫീസിൽ നിന്ന് കൊടുത്താലും ഇത് രണ്ടും ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം അതെല്ലാം ഉയർത്തിപ്പിടിക്കത്തക്ക നിലയിലുള്ള നിയമനങ്ങളാണ് നടക്കേണ്ടത്. അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സർവകലാശാലകൾ ഈ പ്രശ്നം നേരിടുന്നത്. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചാൽ ഗുണ്ടകളെ വെച്ച് തല്ലും. ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ എന്താണ് പോലീസ് നടപടി എടുക്കാത്തത്? മുഖ്യമന്ത്രിക്ക് എതിരെ കരിങ്കൊടി കാണിച്ചാൽ അത് ഏറ്റവും വലിയ അപരാധമാണ്. ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ എന്ത് അപരാധമല്ലേ? ആ ഇരട്ടത്താപ്പ് ശരിയല്ല. ഇവിടെ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഭീകരമായി KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും മർദ്ദിക്കുന്നു. ഗവർണറെ 3 സ്ഥലത്ത് വെച്ച് കരിങ്കൊടി കാണിച്ചവരുടെ പേരിൽ നടപടിയില്ല. അപ്പോൾ അത് ശരിയല്ല. പ്രതിഷേധം എല്ലാവർക്കും അനുവദനീയമായ ജനാധിപത്യ അവകാശമാണ്. ആ ജനാധിപത്യ അവകാശത്തെ ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന നടപടി ജനാധിപത്യ ചരിത്രത്തിലെ ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളൂ ആരെ കരിങ്കൊടി കാണിക്കണോ. അല്ല, ഞങ്ങൾ സർക്കാരിനെതിരെയാണ് സമരം. സർക്കാരിനെതിരെയാണ് ഞങ്ങളുടെ സമരം. അതുകൊണ്ടാണ് സർക്കാരിനെ എൻ്റെ തലവനായ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കുന്നത്. അല്ല, രണ്ടും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. സർവകലാശാലകളെ ചുവപ്പുവൽക്കരിക്കുന്നതും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതും രണ്ടും തെറ്റായ നടപടിയാണ്. അക്കാഡമിക് നിലവാരമുള്ള ആളുകളെ വേണം സർവകലാശാലയുടെ ഉന്നതമായ തലങ്ങളിൽ നിയോഗിക്കപ്പെടാൻ. അത് നടക്കുന്നില്ല. ഇവിടെ 59 കോളേജ് പ്രിൻസിപ്പൽമാരില്ല, കോളേജിൽ വൈസ് ചാൻസലർമാരില്ല. എന്ത് ഉന്നത വിദ്യാഭ്യാസ പ്രവർത്തനമാണ് നടക്കുന്നത്? എന്തിനാണ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി? VC-മാരില്ല, ഒരിടത്തും പ്രിൻസിപ്പൽമാരില്ല. എങ്ങനെ ഈ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും? പ്രതിഷേധിച്ച ആളുകളുടെ ഇടയിലേക്ക് അതെ, ഞങ്ങളെല്ലാവരും പറഞ്ഞതാണ് അത് ശരിയല്ല എന്ന്. ഇത് ഇത്തരം ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച നിയമമെന്നുള്ളത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, അത് ഞങ്ങളുടെ നോമിനികളല്ല. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കരിങ്കൊടി പ്രതിഷേധത്തിലെ സർക്കാർ നിലപാടിലെ ഇരട്ടത്താപ്പാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയത്.